നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിലാദ്യമായി നടന്ന 32 ടീമുകളുള്ള ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസി മൊത്തമിട്ടതോടുകൂടി അവരുടെ ജേഴ്സിയിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരുടെ ആ ഗോൾഡൻ ബാഡ്ജ് വരും. ഇതോടുകൂടി കളിക്കുന്ന എല്ലാ കളികളിലും വേൾഡ് കപ്പിൻ്റെ ഗോൾഡൻ ബാഡ്ജുമായിട്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരാളുണ്ടാവുകയാണ്. എൻസോ ഫെർണാണ്ടസ്. അദ്ദേഹം രാജ്യത്തിനൊപ്പം 2022 വേൾഡ് കപ്പ് നേടി. ഇതാ 2025 ക്ലബിനൊപ്പവും ബൃഹത്തായ 32 ടീമുകളുള്ള ആ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും എന്ന് പറഞ്ഞാൽ 2026 രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് വരെയെങ്കിലും അദ്ദേഹം കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ക്ലബിനായാലും ദേശീയ ടീമിനായാലും വേൾഡ് ചാമ്പ്യൻ്റെ ബാഡ്ജോടുകൂടി അദ്ദേഹത്തിന് ഇറങ്ങാം. ചെൽസി ടീമിന് 2029 വരെ അവരുടെ ജേഴ്സിയുടെ കൂടെ വേൾഡ് ചാമ്പ്യൻ്റെ ബാഡ്ജ് ധരിക്കാം. അപ്പോൾ ഒരു സ്പെഷ്യൽ അച്ചീവ്മെൻ്റാണ് എൻസോ ഫെർണാണ്ടസ് ഇവിടെ നേടിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമുകൾക്ക് ജേഴ്സിയുടെ കൂടെ ആ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ബാഡ്ജ് കൂടി ധരിക്കാം എന്ന് ഫിഫ തീരുമാനിക്കുന്നത് 2006 വേൾഡ് കപ്പിലാണ്. വേൾഡ് കപ്പിന് ശേഷമാണ്. അതിനുശേഷം ജേതാക്കൾക്ക് അങ്ങനെ ധരിക്കാം. ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ ഇതല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഫോമാറ്റിലുള്ള ക്ലബ്ബ് വേൾഡ് കപ്പ് ജയിച്ചാൽ അത് വെക്കാമെന്ന് 2007 മുതൽ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അവിടെ ഒറ്റ കൊല്ലമാണ് ആ വേൾഡ് കപ്പ് ജേതാക്കൾ ഉണ്ടാവുക. ഓരോ കൊല്ലവും ക്ലബ്ബ് വേൾഡ് കപ്പ് ആയിരുന്നല്ലോ. അത് മാറി 4 വർഷത്തിലൊരിക്കലാണ് ഇനി ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടാവുക. അപ്പോൾ ചെൽസി ടീമിന് 4 വർഷം വരുന്ന 4 വർഷം അത് ധരിക്കാം. അങ്ങനെ 2 വേൾഡ് കപ്പ് ബാഡ്ജുമായിട്ട് ഇറങ്ങാൻ കഴിയും ഇവിടെ എൻസോ ഫെർണാണ്ടസിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എൻസോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെൽസിയിലേക്കുള്ള വരവ് തുടക്കത്തിൽ അവിടെ ബുദ്ധിമുട്ടിയത് ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പോൾ വിവരിക്കുന്നുണ്ട്. എൻസോ പറയുന്നു, ഞാനിവിടെ ചെൽസിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് എന്ന്. അതപ്പോൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ഓണർ എനിക്ക് പ്രൊജക്ട്സ് കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഭാവിയിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന്. ഇനിയിപ്പോൾ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യ വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, വളരെ ബാഡ് ടൈം ആയിരുന്നു. ഐ റിയലി വാസ് ഇൻ ഫീലിംഗ് വെൽ. ഐ വാസ് ഇൻ ഓക്കെ വിത്ത് മൈ സെൽഫ്. കംഫർട്ടബിൾ ആയിരുന്നില്ല മത്സരങ്ങളുടെ സമയത്ത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ കൂടുതൽ ട്രെയിനിങ് നടത്താൻ തുടങ്ങി. വീക്ക് ടൈമുകളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സോ എക്സ്ട്രാ ട്രെയിനിങ് സെഷൻസ് ഞാൻ എടുത്തു. ഹോണസ്റ്റ്ലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് പ്രീമിയർ ലീഗിനോളം പേസിൽ ഫുട്ബോൾ കളിക്കുന്ന മറ്റൊരു ലീഗുമില്ല എന്നാണ്. എനിക്കതിനോടങ്ങ് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല തുടക്കത്തിൽ. ഫസ്റ്റ് ഇയറിൽ ഞാൻ വിചാരിച്ചു എനിക്കിതിന് കഴിയില്ല എന്ന്. ഐ വാസ് ഇൻ ഫീലിംഗ് വെൽ. മാത്രമല്ല എനിക്ക് ഇഞ്ചുറികൾ വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അവിടെയാണ് ഞാൻ എൻ്റെ വർക്ക് ആരംഭിച്ചത്. ഞാൻ ട്രെയിനേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, ഒരു റൈറ്റ് റണ്ണിനെ കിട്ടുവോളം. ദെൻ 2-3 ആഴ്ചക്കാലം ഓക്കെ ആണ് എന്ന് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ കാര്യങ്ങൾ അതുപോലെ നല്ല രൂപത്തിലേക്ക് മാറുകയായിരുന്നു. അത് റിസൾട്ട്സിലും അതുപോലെ തന്നെ കളിക്കളത്തിലെ പെർഫോമൻസിലുമൊക്കെ അനുഭവിച്ചറിയാനും പറ്റി. ഇന്നിപ്പോൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംതിങ് വെരി ഗുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണൽ ലെവലിൽ ഈ സീസണിൽ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇൻ ടേംസ് ഓഫ് അസിസ്റ്റ്, ഗോൾസ്, പിന്നെ ക്ലബിനൊപ്പം നേടിയിട്ടുള്ള കിരീടങ്ങൾ, ഇതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ എത്തിയത് മുതൽ ഞാൻ അതിനാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് എന്നുകൂടി എൻസോ ഫെർണാണ്ടസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.